എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് നല്ലൊരു കോട്ടിങ്ങും ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ കോൺ സ്റ്റാർച്ച് എന്നാണിത് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള അപ്പം ഇടിയപ്പം ആ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ 65 വേണ്ടിയിട്ടുള്ള മസാല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് നമ്മൾ ചിക്കൻ 65 സാധാരണ എടുക്കാറുള്ളത്. ഞാനിവിടെ 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസുകളാക്കി മുറിച്ചതാണ്. അപ്പോൾ ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. അത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിരിക്കും. ഇതുപോലെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഒരുപാട് കുത്തി നിറയ്ക്കരുത്, കുറച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടിത് ക്രിസ്പിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ഈ അടുപ്പിൽ തീ ഇടയ്ക്ക് കുറഞ്ഞു പോകും, അതുകൊണ്ട് കുറച്ച് പാടാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് ജീരകം, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 3-4 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അവസാനം ചിക്കൻ 65 ഒരു കോട്ടിങ് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചില്ലി സോസും ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. അത് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ അതിട്ടും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും ഇല്ലാത്തവർ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ 2 ടീസ്പൂൺ ചില്ലി സോസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്കത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും അത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്